ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പുണ്യ റമദാൻ മാസത്തിൽ എനിക്ക് കുറേ ആയി നോമ്പെടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാനും മോളും ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാനും മോളും നോമ്പെടുക്കാമെന്നുള്ള ഒരിതിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെയൊക്കെ എണീച്ചിട്ട് ചെറുപയറും ഗോതമ്പൊക്കെ ഇട്ടിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. കഞ്ഞിയും പിന്നെ ഈത്തപ്പഴം പുഴുങ്ങിയത് വൈകുന്നേരം വരെ ഇരിക്കുന്നതല്ലേ, അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വീട് മൊത്തം ഒന്ന് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്യാമെന്ന്. ജനലും വാതിലും എല്ലാ സ്ഥലത്തും പൊടിയാണ്. കാരണം ഇപ്പോൾ നല്ല കാറ്റും ഉണ്ട്, ഒക്കെ പൊടി പറന്നുകൊണ്ട് ഞാൻ എല്ലായിടത്തും ക്ലീൻ ചെയ്തു. പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്ന് കിടക്കും. പിന്നെ അങ്ങനെ ക്ഷീണമായിരിക്കും, മാറും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയായിരിക്കും. അപ്പം ഞാൻ പിന്നെ കിടന്നില്ല. വേഗം ഓരോ സ്ഥലവും ഓരോ ഭാഗമായിട്ട് ഞാൻ കുറേശ്ശെ നേരം ഇരുന്നിരുന്ന് കേട്ടോ തുമ്മുന്നുണ്ട്. എനിക്ക് പൊടി പറ്റുകയില്ല. അപ്പോൾ ആദ്യം തോർത്തൊക്കെ കെട്ടിയിട്ട് ഇതാക്കി, അപ്പോഴും തുമ്മുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മാസ്ക് കിട്ടിയപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ട് ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കുന്ന അവരുടെ കിട്ടിയ ട്രോഫികളാണ്. ഈ ട്രോഫിയിൽ മൊത്തം പൊടിയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് തുടച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണെന്നറിയില്ല, ഇങ്ങനെ നല്ലോണം പൊടി വരും. അപ്പോൾ ജനലും വാതിലൊക്കെ ഞാൻ അങ്ങനെയൊന്നും തുറക്കാറില്ല, അടച്ചിടൽ തന്നെയാണ്. എന്നാലും എങ്ങനെയെങ്കിലും പൊടിയെത്തും. അപ്പോഴത്തേക്കും സാനി കോളേജ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചവരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവളോട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കോളേജ് വിട്ടിട്ട് നേരെ അങ്ങനെ ചിക്കൻ ഷോപ്പിൽ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ചിക്കനും ബത്തക്കയും വൈകുന്നേരത്തേക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. വന്നിട്ട് അവൾ ഉള്ളിയൊക്കെ നല്ല മുറിച്ചൊക്കെ തന്ന് ഞങ്ങൾ പിന്നെ 4-5 മണിയാകുമ്പോൾ എണീച്ച് അപ്പോൾ ഉള്ളിയും ഇതെല്ലാം വാട്ടി. ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ല, ഇങ്ങനെ ഞാൻ ഉണ്ടാക്കില്ല, ഇറച്ചിച്ചോറ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം നമുക്ക് ഈസി ആണല്ലോ, കുറേ സമയം നിൽക്കുകയൊന്നും വേണ്ട അടുക്കളയിൽ. അപ്പോൾ അതെല്ലാം വാട്ടി ചിക്കൻ അതിലേക്കിട്ട് പിന്നെ ബിരിയാണി അരിയും കഴുകി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം ഇതിലിട്ടിട്ട് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ്. ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നോക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് കറക്റ്റ് വേവിൽ കറക്റ്റ് വെള്ളം എല്ലാം കറക്റ്റായിട്ട് വന്നു. തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇതായി. ഞാൻ പക്ഷേ ഇത് ഇങ്ങനെ ചിക്കൻ അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഈ ചോറ് ഇറച്ചിച്ചോറ് പോലെ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ബിരിയാണീൻ്റെ അതേ ടേസ്റ്റും ഇത് സ്മെല്ലും ഒക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് കശ് വെള്ളമൊക്കെ ഉണ്ടാക്കി. നന്നാറി സർബത്ത് ഉണ്ടായിരുന്നു, കശ് വെള്ളമൊക്കെ ഇട്ടു. അതിൽ 2 നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. നാരങ്ങ നോക്കുമ്പോൾ കടയിൽ വാങ്ങാൻ മറന്നും പോയി. പിന്നെ പുതിനയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2 നാരങ്ങ മിഠായി ഇവർ വാങ്ങി വെച്ചത് 2-ലിട്ടു. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മേലെ എടുത്തിട്ടു. അതൊക്കെ എൻ്റെ വക ഒരിതാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം സാനീൻ്റെ ഫ്രണ്ട് വിളിച്ചു, വാങ്കുകൊടുത്തിന് നോമ്പ് തുറണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളന്ന് ഇതെല്ലാം കഴിച്ചു, എല്ലാം നോമ്പെല്ലാം തുറന്നു. പക്ഷെ വൈകുന്നേരം വരെ ഞങ്ങളിരുന്നു. ഇതും ഞങ്ങൾക്ക് ക്ഷീണമോ ഇതൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഇതായിട്ട് എടുത്തു, എന്തോ അനുഗ്രഹം എന്നല്ലേ പറയണ്ടേ. അപ്പോൾ നോമ്പെല്ലാം എടുത്തു. അപ്പോൾ അന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു.